ഭൂതകറാമത്തിൻ്റെ നായകൻ തേനെ കുടിച്ച എല്ലാ രോഗവും മാറും. നാറ്റക്കോയക്ക് സ്വന്തം രോഗം എന്താണെന്ന് അറിയുന്നില്ല. വല്ലാത്ത കറാമത്ത്. എനിക്ക് സുഖമില്ല, ശബ്ദമില്ല. ഞാനും തേന് കുടിച്ചു നോക്കി, നാറ്റക്കോയും കുടിച്ചു നോക്കി, മാറുന്നില്ല. കാരണം ചക്കര വരട്ടി തേനാണ്. എനിക്ക് റെസ്റ്റ് അനിവാര്യമാണ്. എനിക്കും ശബ്ദമില്ല, ബുദ്ധിമുട്ടാണ്. 2 ദിവസം റെസ്റ്റ് എടുക്കട്ടെ. അപ്പം ശനി വെക്കുന്ന മക്കൾ കൊടുക്കുക. ഓക്കെ, എല്ലാവരും തേന് മുന്നിൽ വെക്കണം. വെച്ച് പോയാ എന്നിട്ട് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുമ്പോ തേന് ഓരോരോ തൂതണം. എനിക്ക് പൈസ ഒന്നും വേണ്ട. ഓക്കെ ഓക്കെ, എത്തിയ മക്കൾക്ക് ഓലൊന്നും കാര്യമാണ്. ഓക്കെ. അപ്പോ റെസ്റ്റ് അനിവാര്യമാണ്. ബുദ്ധിമുട്ടാവും. എനിക്കും സുഖമില്ല പോയാ. അപ്പം ശനി വെക്കുന്ന മക്കൾ കൊടുക്കുക. ചൊവ്വാഴ്ച എല്ലാവരും തേന് മുന്നിൽ വെക്കണം. ഓക്കെ. എന്നിട്ട് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുമ്പോ തേന് ഓരോരോ തൂതണം. ഓക്കെ. ആ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിക്കഴിഞ്ഞാല് 1 ടീസ്പൂൺ എടുത്തിട്ട് പഠിക്കുന്ന മക്കൾ കൊടുക്കുക. എല്ലാം പോയ അപ്പൊ എന്റെ അസുഖം എന്താ മാറത്ത്? എന്റേത് മാറുന്നില്ല. വേറെ ഗ്ലാസ് വെള്ളത്തിൽ എടുത്ത് മിക്സ് ആക്കിട്ട് അത് കുടിക്കുക. തിങ്കളാഴ്ച ഇന്ന് വന്ന് ചെയ്തോളൂ. അൽഹംദുലില്ലാ. പക്ഷെ ഇതില് വേറെ ഇതുണ്ട്, സംസാരിക്കരുത്. പിന്നെ സംസാരിക്കാൻ പാടില്ല. അങ്ങനെ നിയമമുണ്ട്. ഈ 101 സ്വലാത്തുൽ ഫാത്തിഹ ഉസ്താദിനോട് വിളിക്കുമ്പോൾ 1-2 കാര്യങ്ങൾ രണ്ടാമത്തെ ആണ്ട് വരികയാണ്. എല്ലാവരും ഖബറുള്ള വിശാലായി കൊടുക്കട്ടെ. ഈ മക്കൾക്ക് പെരല്ല, ഈ മക്കൾക്ക് പെര വാടക ഉമ്മാന്റെ കൂടെയാണ്. ഇവർ ഒരുപാട് തവണ എന്റെ അടുത്ത് വന്നിരുന്നു. പക്ഷെ ആരോ വീട് വെച്ച് കൊടുക്കാറുണ്ട്. പെരപ്പണി കഴിഞ്ഞോ? പെരപ്പനാകണമെങ്കിൽ ഈ മക്കൾക്ക് പെരല്ല, ഈ മക്കൾക്ക് പെര വാടക ഉമ്മന്റെ അടുത്ത് വന്നിരുന്നു. പക്ഷെ ആരോ വീട് വെച്ച് കൊടുക്കാറുണ്ട്. പെരപ്പണി കഴിഞ്ഞോ? പെരപ്പണി കഴിഞ്ഞു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പൊക്ക പോലെ കൊണ്ട് കറ്റുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല, എല്ലാ മാസം 5000 രൂപ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കുടുംബങ്ങളുണ്ട് നിങ്ങൾ അറിയാത്ത. നിങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഗർഭന കായ്